ചിത്രത്തിലൂടെ ഒരു പുതിയ കോസ്റ്റ്യൂമറെ കൂടി ലഭിക്കുകയാണ് മലയാളത്തിൽ. സജി കുന്നു. ചിത്രത്തിന് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ലാൽ സാർ എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? ലാൽ സാർ ആവശ്യപ്പെട്ടത് ഈ സബ്ജക്റ്റ് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഈ ലൊക്കേഷനെ പറ്റി, ലൊക്കേഷനിലെ ജനങ്ങളെ കണ്ട് അവിടുത്തെ ഡ്രസ് സംവിധാനം മനസ്സിലാക്കി അതേ പാറ്റേൺ ചെയ്യാനാണ് സാർ ആവശ്യപ്പെട്ടത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടത് നായികയൊക്കെ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. എനിക്കൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടോ? നല്ല ചുരിദാറുമുണ്ട്, പിന്നെ ഷർട്ടുമുണ്ട്, പാറ്റേണുമുണ്ട്. 2 പാറ്റേണാണ് യൂസ് ചെയ്യുന്നത്. ഈ റബ്ബർ ഷീറ്റൊക്കെ ജോലി ചെയ്യുമ്പോൾ ഷർട്ടും കൊണ്ടും, പിന്നെ അല്ലാത്ത ഈ ഇത് പത്രം കൊണ്ട് വിതരണം ചെയ്യുമ്പോഴാണ് ചുരിദാർ. അത് സൈക്കിൾ ചവിട്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിന് ചുരിദാറാണ് കൂടുതൽ യോജിക്കുക. അതാണ് ഞാൻ എൻ്റെ പറയുന്നത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ. ലാൽ ജോസ് എടുത്തെല്ലാം നല്ല സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയത് വലിയ കാര്യമായി. രജപുത്ര ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അവരുടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിന്ധുലാൽ കഥാതിരകഥ സംഭാഷണം എഴുതുന്നതല്ലേ. എന്നാലും അതൊരു എന്നെ സംബന്ധിച്ച് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ലാൽ ജോസിൻ്റെ അഭിനയിക്കുന്നത്. പടങ്ങളിലൊക്കെ ഇന്ദ്രൻ ഉണ്ടായിരുന്നു, പക്ഷേ ചാക്കോച്ചൻ ഫസ്റ്റ് ടൈമാണ്. അതൊരു എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അറിയാതെ അങ്ങനെ മാറിപ്പോയൊരു കാര്യമാണ്. ചാക്കോച്ചൻ മലയാളത്തിലെ ഏറ്റവും സുന്ദരനായ നടനാണ്, നല്ല ഡാൻസറാണ്, നല്ല ആക്ടറാണ്, നല്ല ടൈമിങ്ങുള്ള ആക്ടറാണ്. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ നമ്മളൊരു സിനിമ സംഭവിച്ചില്ല. പിന്നെ ക്ലാസ്മേറ്റ്സിൽ അത് ഒരുമിക്കേണ്ടതായിരുന്നു. ക്ലാസ്മേറ്റ്സിൽ ചാക്കോച്ചൻ ചെയ്യേണ്ടതായിരുന്നു ഒരു ക്യാരക്ടർ. അന്നും ചില ഡേറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നില്ല. എന്തോ ജാതക പ്രശ്നം, ചേർച്ച കുറവുണ്ടായിരുന്നിരിക്കാൻ വന്ന് ഇപ്പോൾ ആ ദോഷം മാറി. ഇപ്പോൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാം. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. കാരണം കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു നടനോടൊപ്പം അധിക സിനിമ ഒരു സംവിധായകൻ വർക്ക് ചെയ്യാണ്ടിരിക്കുക നല്ലത്. കാരണം സംവിധായകർ ചീത്തയിൽ പോകും. അത്രയും മാന്യനായിട്ടുള്ള കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഈ ആളുകളെ ടാക്കിൾ ചെയ്യാനുള്ള നമ്മളുടെ സൂത്രങ്ങൾ, അതിനുള്ള അതൊന്നും നമ്മൾ മറന്നുപോയി. ഈ ചിത്രത്തില് നായികയ്ക്ക് അതേപോലെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും കുറേ കുറുമ്പുകളും കുസൃതികളും ഒക്കെ ഉള്ളൊരു 3 അനിയത്തിമാരുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിലെ ഒരു അനിയത്തിയാണ് ഇപ്പോൾ അടുത്ത് നിൽക്കുന്നത്, ഉണ്ണിമായ. എന്ത് പറയുന്നു? സുഖം. ലൊക്കേഷനിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഉണ്ണിമായുടെ ഇതിലെ ക്യാരക്ടറിന്റെ പേര് ലീന. ലീന കുറച്ച് തല്ലുള്ളിയാണോ? തല്ലുള്ളിയല്ല, ലീനയാണ് ഇതിൽ പാവം. അനീതിമാരിൽ പാവം കുട്ടി. ഈ ചേച്ചീനോട് ഇത്തിരി സപ്പോർട്ടൊക്കെ ഉള്ള കുട്ടി ലീനയാണ്. ഈ രൂപം മൊത്തത്തിൽ ക്യാരക്ടറിന്റെ ആണോ അതോ സ്പെക്സ് ഒക്കെ? ഇല്ല, മൊത്തത്തിലെ ക്യാരക്ടറിന്റെ ആണ് സ്പെക്സ് ഒക്കെ. ഇത് എപ്പോഴും വെച്ചോണെന്നാ പറഞ്ഞിട്ടുള്ള എൻ്റെ അടുത്ത് സാറ്. ലാലുചേട്ടൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിനെ കുറിച്ച്? എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽസമ്മയുടെ സിസ്റ്ററാണ്. ഇതിലൊത്തിരി ഒന്നും കൂടി ഇത്തിരി സൈലൻ്റ് ആണ്. എപ്പോഴും ഭയങ്കര പഠിക്കും, പക്ഷെ പഠിച്ചിട്ട് ജയിക്കണമൊന്നുമില്ല, പക്ഷെ പഠിപ്പാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചീനോട് ചേച്ചിയുടെ ഓരോ കാര്യങ്ങൾക്ക് മറ്റു 2 അനീത്യങ്ങൾ എതിർക്കുമ്പോൾ ഒന്നും കൂടി ഒരു സപ്പോർട്ട് ചെയ്യണ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ലാലുചേട്ടൻ്റെ ഈ പടത്തിലെ വേഷം എന്താണെന്ന് ഏകദേശമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഇത് ശരിക്കും ഇതിലെ നായികയായ ആന്ന എൽസമ്മ എന്ന കഥാപാത്രത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വനിതാ സ്ത്രീയുടെ പ്രവർത്തകയാണ്. അപ്പോൾ അവരുടെ ആ ഗ്രാമത്തിൽ ആൻ്റെ ഈ
പത്രവിതരണ സ്ഥാപനത്തിനോട് ചേർന്നിട്ടാണ് നമ്മളുടെ ഈ കവറൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കട. അപ്പോൾ ആനിന് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളവരെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രം. ഇപ്പം നമ്മളോട് ഒരു സീൻ കണ്ടു, അവിടെ ഒരു വീട്ടിലെ ചെറിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, അവിടെ അഴി നടക്കുന്നത്. അല്ല, കുത്തിത്തിരിപ്പുണ്ടാക്കിയത് അത് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലിക്കോട്ടെ. അപ്പോൾ കണ്ടു തന്നപ്പോൾ ഓടിപ്പോയി അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ ചേട്ടനെ വെറുതെ ഒരു അടിയുമായി ചേട്ടന് ഒരെണ്ണം കൊടുത്ത് ആ ഒരു കയറപ്പില്ല. അല്ല, ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അടിക്കുമ്പോൾ ഒരെണ്ണം കിട്ടുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയുണ്ട് ഇവിടെ എൽസമ്മയുടെ വിശേഷങ്ങൾ? എൽസമ്മയിൽ ഞാൻ എൽസമ്മയുടെ ഇറ്റുകളെ അനിയത്തിയായിട്ടാണ് അഭിനയിക്കണം. 10th എൻ്റെ ക്യാരക്ടർ പഠിക്കുന്നത്. ജെസി എന്നാണ് പേര്. കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടറിനെ. ഹ്യൂമർ ചെയ്യാൻ പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, അങ്ങനെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. എന്നാലും ഈ ക്യാരക്ടറിൽ ഹ്യൂമർ വരുന്നുണ്ട്. കുറച്ച് കോമഡിയാണ് എൻ്റെ ക്യാരക്ടർ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാലങ്ങളുടെ മൂവിയിൽ ഒരു സീൻ അഭിനയിക്കുക എന്നുള്ളതിൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. കാരണം എനിക്ക് ഡയറക്ടർ ആവാനാണ് ആഗ്രഹം. അപ്പം ഞാൻ റോൾ മോഡലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ലാലങ്ങൾ, സത്യനങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ അവർ ഡയറക്ടർ കണ്ടു പഠിക്കുകയും ചെയ്യാം. ഡയറക്ടർ ആകുമ്പോൾ അല്ലേ. മകളാണ്, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടാവും. അതിന് ആളുകളാ മറുപടി പറയണ്ടേ. അങ്ങനെ പ്രതീക്ഷിക്കണം, എനിക്കറിയില്ല. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ പറയുന്നത് ലാൽ സാർ ഉള്ളപ്പം പിന്നെ അച്ഛൻ ഫുൾ ലാൽ സാർ അങ്ങനെ പറയുന്നത്. അപ്പം ഉത്തരവാദിത്വം മുഴുവൻ സാറിനാണ്. അതെ, ഇത് എന്തെങ്കിലും കുഴപ്പമായി പോയ പ്രശ്നം. ആളുകൾ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ, ഒരാളെ ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് ആള് നന്നായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ബാലൻപിള്ള സിറ്റി എന്ന ഒരു നാമം ഞാൻ പലപ്പോഴായിട്ട് കേൾക്കുന്നു. ഇപ്പോൾ നമ്മളുടെ കഥയിൽ ബാലൻപിള്ള എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 10-30 വർഷം മുമ്പ് ബാലൻപിള്ളയും ഭാര്യയും കൂടെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് മലയോര ഗ്രാമത്തിൽ ഒന്ന് ബസ് ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി തെക്കും വടക്കം നടന്നിട്ട് ചായക്കട കാണാതെ വന്നപ്പോഴത്തേക്ക് കൃഷി ചെയ്യാൻ വന്ന ബാലൻപിള്ള ഒരു ചായക്കട തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ബാലൻപിള്ള സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളുകുടിയനും വാറ്റുകാരനും ഒക്കെ ആയിരുന്നു എൽസമ്മയുടെ അപ്പൻ പൂക്കിൽ വർക്കി. കള്ളുകുടിയുടെ ഏതോ ദിവ്യമുഹൂർത്തങ്ങൾ പുള്ളിക്ക് മനസ്സിലായി ഇത് ഒരിക്കലും സിറ്റി ആവാൻ പോകില്ലെന്ന്. ആ ബോധത്തിൽ നിന്ന് പുള്ളി എന്നിട്ട് ബാലൻപിള്ള ടീ സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ബോർഡിന് താഴെ ബാലൻപിള്ള സിറ്റി എന്ന് എഴുതി വെച്ചു. അങ്ങനെയാണ് ബാലൻപിള്ള സിറ്റി ഉണ്ടായത്. ഇപ്പോഴും ലോകത്ത് സ്വന്തമായി സിറ്റിയുള്ള ഒരേ ഒരാളെന്ന നിലയിൽ ബാലൻപിള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിയുടെ ടീ സ്റ്റാളുണ്ട്. ബാലൻപിള്ള സിറ്റിയിലാണ് കഥ നടക്കുന്നത്. ചാക്കോച്ചൻ്റെ ഒരു ചെറിയ വിഷമം കൂടി ഇവിടെ മാറുകയാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് അല്ല, വിഷമം മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പൂർണ്ണമായിട്ട് മാറില്ല. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രം കിട്ടിയെന്നുള്ളത് ഈ പറയുന്ന പോലെ ഒരു പരിധി കൂടുതൽ ആ വിഷമം മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൻ്റെ ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടുന്നത് ഈ കഥാപാത്രം എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ സാധിച്ചാൽ, ആ സിനിമ നന്നായിട്ട് വന്ന് അത് ആൾക്കാർ വിജയിപ്പിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു പൂർണ്ണ സംതൃപ്തി നമുക്ക് ലഭിക്കുക. നമ്മൾ ഒരിക്കലും കാണാത്ത രൂപഭാവങ്ങളോടെ നമ്മളുടെ പ്രിയ താരങ്ങളെ അവതരിപ്പിക്കുകയാണ് എൽസമ്മ എന്ന ആൺകുട്ടിയിലൂടെ സംവിധായകൻ ലാൽ ജോസ്. എന്തായാലും ഇത് പ്രേക്ഷകർക്ക് വ്യത്യസ്തമായൊരു വിരുന്നാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അടുത്ത ലൊക്കേഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.